ഹേ ഫ്രണ്ട്സ്, എന്തുണ്ട് പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ക്ലോവിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ക്ലോവി. ഇന്നിപ്പോൾ നല്ല വെതർ പുറത്തായതുകൊണ്ട് കുട്ടികളും പുറത്തേക്ക് ഒന്ന് ഇറങ്ങി കളിക്കുകയായിരുന്നു രാവിലെ തന്നെ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ അവിയലുണ്ടാക്കിയതിന് ശേഷം എനിക്ക് മൺചട്ടിയിൽ ഒരു മീൻകറി ഉണ്ടാക്കാനായിട്ട് ഭയങ്കര കൊതി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് എണ്ണയൊക്കെ ഇതുപോലെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കടുകും കുറച്ച് ഉലുവയും കൂടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ എന്തായിരുന്നു, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുടംപുളി, ഇത്രയും സാധനങ്ങളിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ പൊടി ഒരു ജാറിനകത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചിട്ട് ആ അരപ്പാണ് ഞാൻ ആ വഴറ്റി വന്ന ഇതിനകത്തേക്ക് ഇട്ടത് കേട്ടോ. കണ്ടോ, ആ അരപ്പൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ മീനും ഇട്ടു, കറിവേപ്പില ഇട്ടു. പിന്നെ മീൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കിതൊരു ചടങ്ങാണല്ലോ അല്ലേ, ഇങ്ങനെ ചുറ്റിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടനൊന്ന് വീഡിയോ എടുക്കുമോ, ഞാനിതൊന്ന് ചുറ്റിക്കട്ടെ എന്ന്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു പേടിയായിരുന്നു കേട്ടോ. കാര്യം ഞാൻ അങ്ങനെ അധികം ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല, ചുറ്റിക്കലൊന്നും. പക്ഷേ എങ്കിലും അതിനൊക്കെ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. അങ്ങനെ ചോറിൻ്റെ കൂടെ ഇന്ന് എന്തൊക്കെയായിരുന്നു കറിയെന്ന് വെച്ചാൽ അവിയലുണ്ടായിരുന്നു. ഈ അവിയലുണ്ടല്ലോ, ഞാൻ ഈ അവിയലിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. പക്ഷേ ഈ റെസിപ്പി ഒരു അടിപൊളിയാണ് കേട്ടോ. ഒരു നോ ഫെയിൽ റെസിപ്പിയാണ്. അപ്പോൾ ഞാനത് ഇടുന്നുണ്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട്. അപ്പോൾ ഞാൻ ചമ്പാവരി ചോറ് വിളമ്പി, ചോറിൻ്റെ കൂടെ കണ്ടോ അവിയലിട്ടു. അവിയൽ ഞാനിത്തിരി കുറച്ച് കൂടുതലെടുത്തു. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിയൽ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഈ കറി ഉണ്ടോ, ഇതൊരു വെറൈറ്റി കറിയാണ് കേട്ടോ. ഇത് മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. അച്ചാറാണോ എന്ന് ചോദിച്ചാൽ അച്ചാറല്ല, പക്ഷേ എങ്കിലും അച്ചാറിൻ്റെ എല്ലാ ചേരുവകളും ഇട്ടിട്ട് ഉണ്ടാക്കുന്നൊരു കറിയാണ്. മാങ്ങാക്കറി എന്ന് ഞങ്ങൾ പറയും, പക്ഷേ അത് ഞാൻ അതിൻ്റെ പിന്നീട് എനിക്ക് ഇതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് മീൻകറിയാണ്. ഇതിൽ ഞാൻ എടുത്തേക്കുന്ന മീനിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ എടുത്തേക്കുന്നത് സാൽമണാണ്. അപ്പം എല്ലാം കൂടി കൂട്ടി ഒരു അടിപൊളി ലഞ്ച്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. ഇതുവരെ